ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ 5th ഡേ ആണ് കേട്ടോ. ഇവിടെ യു എയിൽ വന്നിട്ടുള്ള 5th ഡേ ആണ്. അപ്പം നമ്മൾ ഇന്ന് ഞങ്ങൾക്ക് ദുബായിലൊരു പ്രോഗ്രാം ഇവിടെ വന്നതിന് ശേഷം കിട്ടിയൊരു പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ അതിന് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദുബായിലോട്ടാണ് പോണത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, കോയിൻ ബിൽഡിങ്. ഇതിൻ്റെ 2 സൈഡ് ഒരേപോലൊരു കോയിൻ്റെ ഷേപ്പിലാണ്. അതുകൊണ്ട് തന്നെ കോയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ദുബായിലോട്ട് പോയിതേ, നമ്മൾ ദുബായ് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്ത് ഭംഗിയാണ്. പക്ഷെ എനിക്കൊന്നുകൂടെ ഇഷ്ടപ്പെട്ടത് അബുദാബിയാണ് കേട്ടോ. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലിനൊക്കെ അടിപൊളിയാണെന്നല്ല, ചിൽ മൂഡൊക്കെ സൂപ്പർ അടിപൊളിയാണ്. ബട്ട് ഭയങ്കര തിരക്ക് പിടിച്ചൊരു സിറ്റിയാണ്. നമുക്ക് ആ ഒരു ഫ്രീ സ്പേസ് കിട്ടില്ല. ഓരോ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ബിൽഡിങ്ങുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്രയും ഭംഗിയുള്ള ബിൽഡിങ്സ് ഒന്നും വേറെ എവിടെ ഉണ്ടാവില്ല. അത്രയും രസമാണ്. ഓരോ പള്ളികളൊക്കെ കണ്ടില്ലേ, ഇത് ലൈറ്റൊക്കെ മാറുന്ന പള്ളിയാണ് കേട്ടോ. അത് എല്ലാം ഇങ്ങനെ ലൈറ്റ് മാറുന്ന ബിൽഡിങ്ങുകൾ, പള്ളികൾ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ എന്താ പറയുക, പാലങ്ങളൊക്കെ എന്ത് രസമാണ്. ഓരോ ബ്രിഡ്ജുകൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ഒരു ഹൈ റിച്ച് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ നൈറ്റ് ഇറങ്ങി. ഞങ്ങളുടെ നെജ്മീർ കുട്ടീനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ദുബായിലൊരു പ്രോഗ്രാമുണ്ട്, നമ്മുടെ അബ്ദുറഹ്മാൻ ക തള്ളല്ല കേട്ടോളിയും മൂപ്പര പ്രോഗ്രാമാണ്. ഒരു ചെറിയൊരു ഷോപ്പിൻ്റെ ഒരു ഇനോഗ്രേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഗസ്റ്റായിട്ടാണ് കേട്ടോ മൂപ്പര് വിളിച്ചത്. നമ്മൾ ഏതായാലും അവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മൾ ചെറുമാതിരി ഒരു 2 പാട്ട് അത്രേ ഉള്ളൂ. അതേ ഗൈസ്, അതിൻ്റെ ഇടയിലൊരു വടി പോലെ കാണുന്നില്ലേ, ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ബുർജ് ഖലീഫയുടെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ലോങ്ങിൽ നിന്നാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങളവിടെ പ്രോഗ്രാമൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാതിരിക്കുന്ന വീഡിയോ ആണ് അതേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടേ, നമ്മൾ ഫുഡിനായിട്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻക്ക് നമ്മളൊരു ഹോട്ടലിൽ കൊണ്ടായിട്ട് ഫുഡ് വാങ്ങിത്തരാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്താ അച്ഛ ഇവിടുത്തെ സ്പെഷ്യൽ അച്ഛ തന്നോളാൻ പറഞ്ഞു. നമ്മൾ എന്ത് കിട്ടിയാലും തിന്നുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാനോരോ ഫോട്ടോസൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തു. ഞങ്ങൾ ഫുഡിലായി വെയിറ്റിങ്ങിലാണ്. നെജ്മീർ പാവം തളർന്ന് ഫുഡിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇരിക്കുന്നത്. അബ്ദുറഹ്മാൻഖാനെ പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇൻസ്റ്റയിൽ ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ റീൽസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിത് ചട്ടിച്ചോറാണ്, ചട്ടി നെയ്ച്ചോറ് സ്പെഷ്യൽ. നല്ല ബീഫ്, ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ ഇട്ടിട്ട് ചട്ടി നെയ്ച്ചോറ്, അച്ചാറ്, കച്ചമ്പറ് എല്ലാം ഉണ്ട്, പപ്പടം. ഇതാണ് നമ്മുടെ ചട്ടി നെയ്ച്ചോറ്. അപ്പോൾ ഒന്ന് കണ്ടാക്കിയാലോ. നമ്മള് ദുബായില് അബ്ദുറഹ്മാൻ ഖാനോട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചട്ടിച്ചോറാണ് കഴിക്കാൻ പോണല്ലേ. നെയ്ച്ചോറ് ചട്ടിച്ചോറ്, വെറൈറ്റി ചട്ടിച്ചോറ്. ഇതിന് ഹോട്ടലിന്റെ പേര് സ്റ്റാർ വൺ അൽക്കൂസിൽ 4 അല്ലേ. അൽക്കൂസ് 4 അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതേ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു തിളങ്ങണ ഒരു വടി പോലെ നിൽക്കണത് കാണുന്നുണ്ടോ. ലോങ്ങിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അതാണ് ബുർജ് ഖലീഫ. ഭയങ്കര ലോങ്ങിൽ. ഇൻഷാ അല്ലാഹ് അവിടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ടൈം കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ അബുദാബി പോയി മജീദ് കട പിറ്റുന്ന മോർണിങ്ങിനുള്ള പുട്ടുകളാണ് ഈ കാണുന്നത്. ഗോതമ്പ് പുട്ട്, റാഗിപ്പുട്ട്, നോർമൽ പുട്ട്, ചെമ്പ പുട്ട്, എല്ലാ ടൈപ്പ് ഓഫ് പുട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് സെലിംക്ക് ഉണ്ടായിരുന്നു. അതും നല്ല ചിക്കനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പാട്ട് പാടി രാവിലെ കേൾക്കാം. കൊതി കൊണ്ട് കരളിൽ തുടിക്കുന്ന കലമാനിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാൽ കൊതിക്കൊണ്ട് കരളിൽ തുടിക്കുന്ന കലമാനിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിട്ടതോ വിൽക്കുവാൻ വെച്ചതോ ഏറാണി രാജാത്തി.
മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തൂതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി ഏതാണി രാജാത്തി. അപ്പം നമ്മൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് നേരെ നമ്മൾ മജീദ്ക്കയുടെ ഡ്രൈവർ ബഷീർ കാക്കയുടെ ഒപ്പമാണ് നമ്മളിന്ന് പോണത്. അപ്പം ഞങ്ങൾ പോകുന്ന ദിവസമാണ് കേട്ടോ, വീട്ടിലോട്ട് റിട്ടേൺ പോകുന്ന ദിവസമാണ്. അപ്പം ഞങ്ങൾ മടങ്ങാണ്. നൈറ്റിനാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വരുന്നത്. 11 മണിയാകുമ്പോഴാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ കേട്ട പാട്ടുണ്ടല്ലോ, പാട്ട് ഞങ്ങൾ ഇൻസ്റ്റയിൽ 1 മില്യൺ വ്യൂസ് കയറിയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഇൻസ്റ്റയിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ ട്രയലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. അതിൻ്റെ ഒറിജിനൽ പാട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. 1 മില്യൺ അടിച്ചിട്ടുണ്ട് അത്. അപ്പോൾ നമ്മളിതേ ഇത് എങ്ങോട്ടാണത് എന്നുള്ളത് നമുക്ക് വലിയ പിടുത്തതുണ്ടായിരുന്നൊന്നുമില്ല. അപ്പോൾ എന്ത് വേണേലും വാങ്ങിച്ചോളാം പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് അൽഹറം അൽമസി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്, അത് എവിടെയാണെന്ന് എനിക്ക് വലിയ പിടുത്തല്ല. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വില്ലയിലോട്ടുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെ വില്ലയിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഒരു ½ അവർ ഉണ്ട് അങ്ങോട്ട്. ഇതാണ് വണ്ടി കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. എൻ്റെ പേരെന്തിട്ടാന്ന് ഞാൻ നോക്കിയേക്കാൻ മറന്നു. വണ്ടിയുടെ ഉള്ളിൽ ഞാൻ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടോന്ന് കാണിച്ചു തരട്ടെ. ഇത് നോക്കി കണ്ട ഓരോ സീറ്റിലൊക്കെ ഉണ്ട് ഗ്ലാസ് താത്താനുള്ളതൊക്കെ. ഇതൊരു പള്ളി കണ്ടപ്പോൾ ഞാൻ എടുത്തത്. എവിടെ തിരിഞ്ഞാലും പള്ളി ഉള്ളത് ഇങ്ങനെ എടുക്കാൻ എനിക്ക് തോന്നും വീഡിയോ. പക്ഷെ മൊത്തമായിട്ട് ഞാൻ വീഡിയോ എടുക്കണേ പിന്നെ അതിൻ്റെ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാ പള്ളി ഒന്നിനൊന്നും ബെറ്റർ. എന്ത് ഭംഗിയായിട്ടാണ് ഓരോ പള്ളി അവർ ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷോപ്പ് ഇത് എത്തിക്കഴിഞ്ഞു. അൽഹറം അൽമസി സെൻറ്റർ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ഷോപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഏത് ഡ്രസ്സ് ഞാൻ എടുക്കും എന്ന് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഞാൻ എന്താ പറയുക, സത്യം പറയല്ലോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സത്യത്തിൽ എനിക്ക് കറക്റ്റ് വീഡിയോ ഒന്നും അതിനായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ടൈം ഞാൻ ചെല്ലുമ്പോൾ ഒക്കെ ഉണ്ടാവും കറക്റ്റ് വീഡിയോ എടുക്കാം. എല്ലാ ടൈപ്സ് ഓഫ് ഡ്രസ്സുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ മർഹബ മന്തി എന്നുള്ളൊരു ഹോട്ടലിലാണ് കയറിയത്. ഒരു റെസ്റ്റോറൻറ്റിൽ അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം പറയാനില്ല. അതേ ഞങ്ങളുടെ ബോസ് സലീം ബായ് ഇതേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ അപ്പോൾ ഇന്ന് നൈറ്റിൽ ഞങ്ങൾ പോകാനുള്ള. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഫുഡ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് വാങ്ങിത്തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മുടെ സാലഡ്സൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. സാലഡ്സ് ഗ്രീൻ സാലഡായിരുന്നു അത് ആദ്യം. പിന്നെ കുറച്ച് സൂപ്പ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സൂപ്പായിരുന്നു. അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്, അടിപൊളിയാണല്ലോ. അപ്പം നമ്മുടെ സംഭവം ദേ എത്തിയിട്ടുണ്ട്. ബീഫ് സ്റ്റ്യൂ മന്തിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. പിന്നെ ഇത് മജീദ്ക്കാടെ സ്പെഷ്യൽ മീൻ. പിന്നെ ആൾ പിന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആളാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലഡ്സും ഫിഷൊക്കെ മാത്രമേ കഴിക്കുള്ളൂ. റൈസൊന്നും അങ്ങനെ മൂപ്പര് കഴിക്കണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് സലീംക്ക് പറയാം. ബീഫ് റിബ്സ് ആണിത്. ഇതുപോലത്തെ ഒരു മോസ്റ്റ് ബെസ്റ്റ് ട്രേ ഐറ്റം ആണ്. നല്ല അടിപൊളി ഇങ്ങനെ കൊലുസ് ചെറിയ ബീഫിന്റെ ഒരു സാധനമാണ്. അതുകൊണ്ട് കഴിച്ചാൽ ചെറി കിട്ടില്ല. പിന്നെ പൊതുവേ ഞാനൊരു ബീഫ് ലവറൊന്നുമല്ല, പക്ഷെ ഇതെനിക്ക് സംഭവം നന്നായി ഇഷ്ടമായി. കാരണം ബീഫൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് റിബ്സ് മന്തിയോ അങ്ങനെ എന്തോ ആണ് സംഭവം. എന്തായാലും നന്നായി ആസ്വദിച്ച് ഞാൻ എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് നിന്ന് അങ്ങനെ കുറച്ച് വീഡിയോസും എല്ലാം എടുത്തു. റീലിനായുള്ള കുറച്ച് വീഡിയോസ്. കാരണം കഴിഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവരെല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നന്നായി ട്രീറ്റ് ചെയ്തിരുന്നു. സലീംക്കായാലും മജീദ്ക്കായാലും എല്ലാവരും ഒന്നിനൊന്നും നമ്മളെ
ട്രീറ്റ് ചെയ്തിരുന്നു. നജ്മീർ ആയാലും താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ. പിന്നെ ഇത് നമ്മുടെ നാട്ടുകാരൻ അൻസാറാണ്. മൂപ്പർ ഞങ്ങളിതുപോലെ കാണാൻ വന്നു. ആളുടെ വൈഫ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചങ്കാണ്, ഡോക്ടർ ഷാസി. അപ്പോൾ അവളുടെ വക എനിക്ക് ചെറിയൊരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളൊരു മോളിൽ പോയിട്ട് നേരെ അൻസാറിൻ്റെ കൂടെ ഒരു മോളിൽ പോയി. അതിനുശേഷം എനിക്കൊരു ബാഗാണ് എന്നോട് എടുത്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു. എന്നോട് ഇഷ്ടമുള്ളൊരു ബാഗ് എടുത്തോളം പറഞ്ഞു. എനിക്ക് ഈ ഒരു ഗ്രീൻ ബാഗ് നല്ല ഇഷ്ടമായി, ഞാനതാണ് ചൂസ് ചെയ്തത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഇതിൽ ദുബായ് വൈറൽ ചോക്ലേറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഷാസിയെ കാണിച്ചു തരാം. ഇതാണ് ഡോക്ടർ ഷാസി. അങ്ങനെ നമ്മൾ നൈറ്റിൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നമുക്ക് കപ്സയും അതുപോലെ തന്നെ നല്ലൊരു ചെമ്മീൻ റോസ്റ്റും, ചെമ്മീൻ പൊരിച്ചത് തന്നെ എന്തൊരു ടേസ്റ്റാണ്. കപ്സയായാലും ചെമ്മീനായാലും ഒക്കെ എല്ലാം അടിപൊളി. ഞാൻ പിന്നെ പറഞ്ഞല്ലോ ആൾ അത്രയും അടിപൊളി കുക്കാണെന്ന്. അപ്പം നമുക്ക് ശരിക്കും ഇവിടുത്തെ മിസ് ചെയ്യവരെ ഫുഡ് യഥാർത്ഥത്തിൽ നന്നായി മിസ് ചെയ്യും. നമ്മൾ വന്നു വെച്ചിട്ട് ഫുള്ളി ഹോട്ടൽ ഫുഡൊന്നുമല്ല, നമ്മൾ എന്താ പറഞ്ഞാൽ അത് വെച്ച് ഉണ്ടാക്കിത്തരും. അപ്പം ഞാൻ റെഡിയായ എൻ്റെ ഔട്ട്ഫിറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. റെഡും ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അപ്പം അത് കഴിഞ്ഞ് ഇന്ന് ലാസ്റ്റ് ഡേ അല്ല. അപ്പം ഞാനൊരു പാട്ട് റെക്കോർഡ് ചെയ്തു മജീദ് ഖാൻ. ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശേകും ആമ്പലേ അല്ല തന്ന കാതലേ. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയേകും ആമ്പലേ അല്ല തന്ന കാതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരിനി അബുദാബി എയർപോർട്ടിലോട്ടാണ്. ഇതേ കണ്ടത്, ഇത് ദുബായ് വൈറൽ ചോക്ലേറ്റ് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തോണ്ട് എന്തോരം അവിടെ. പക്ഷെ വില നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല, കാരണം അത്രയും റേറ്റാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന കാരണം ഞങ്ങൾക്ക് വല്ലാണ്ട് കഴിക്കാൻ തോന്നിയില്ല. എന്നാലും ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന്, അപ്പോൾ അത് കഴിച്ചു. സാൻഡ്വിച്ച് നല്ല അടിപൊളി സാൻഡ്വിച്ച് ഉണ്ട്. അപ്പോൾ അതും ഒരു കോഫി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുടിച്ച് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തി ഗായ്സ്. അങ്ങനെ നമ്മുടെ ദുബായ് വ്ളോഗിലെല്ലാം അവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.